ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ നിരന്തരം കരുണയോടെ മാറോട് ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയുക. ഓമനയായൊരു കുഞ്ഞോമൽ പൈതലിനെ മാറോട് അണയ്ക്കുന്നത് പോലെ നമ്മെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന അവൻ്റെ സ്നേഹം കുരിശു വരച്ച് ഈ ദിവസം ആരംഭിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓമനയായൊരു കുഞ്ഞോമൽ പൈതലെ മാറോടണയ്ക്കുമൊരു വാത്സല്യമേ, അമ്മ മറന്നാലും എല്ലാം തകർന്നാലും കൈനീട്ടിയെത്തും സ്നേഹകാരുണ്യമേ, കണ്ണീരു വീണു നനവാർന്ന നെഞ്ചിലും ഇന്നും ഉണങ്ങിടാത്തൊരുൾ മുറിവിലും സ്നേഹത്തിൻ തൈലം പൂശിത്താലോലിക്കും സങ്കേതം ഓമനയായൊരു കുഞ്ഞോമൽ പൈതലെ മാറോടണയ്ക്കുമൊരു വാത്സല്യമേ, അമ്മ മറന്നാലും എല്ലാം തകർന്നാലും കൈനീട്ടിയെത്തും സ്നേഹകാരുണ്യമേ. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ഹബക്കുക്ക് ചാപ്റ്റർ 2 വേഴ്സ് 3. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ദർശനം അതിൻ്റെ സമയം കാത്തിരിക്കുകയാണ്. കർത്താവ് എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാത്തത്? കർത്താവ് എന്നെ കാണുന്നില്ലേ? എന്താണ് അവൻ്റെ തിരുമുഖം എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ സങ്കടപ്പെട്ടു പോകുന്ന നേരങ്ങളുണ്ടാകും. നമ്മൾ പാടി പ്രാർത്ഥിച്ചത് ഓർക്കണേ. സുന്ദരമായ പാട്ട്. ഓമനയായൊരു കുഞ്ഞോമൽ പൈതലിനെ മാറോട് ചേർക്കുന്ന കാരുണ്യമേ, ഞാൻ വിശ്വസിക്കുന്നു, വൈകിയാലും നീ എന്നെ ചേർത്ത് പിടിക്കുമെന്ന്. അമ്മ മറന്നാലും ആരൊക്കെ കൈവിട്ടാലും എന്നെ പൊതിയുന്ന കാരുണ്യമേ, കണ്ണീര് വീഴുന്ന എൻ്റെ വഴികളിൽ എന്നെ തേടിയെത്തുന്ന സ്നേഹമേ, രക്തം കിനിയുന്ന എൻ്റെ മുറിവുകളിൽ സ്നേഹത്തിൻ്റെ തൈലം പൂശുന്ന കാരുണ്യഭാവമേ, നിനക്കാരാധന. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ലെന്ന് വിശ്വസിക്കുക. ദാറ്റ് ഈസ് സർട്ടൻ. കർത്താവ് ഇടപെടും. ഇനി അത് വൈകുന്നെങ്കിൽ വെയിറ്റ് വിത്ത് പേഷ്യൻസ്. ക്ഷമയോടെ കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹബക്കുക്ക് പ്രവാചകൻ കൺമുമ്പിൽ നടക്കുന്ന അനീതികളെക്കുറിച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന നേരത്ത് ലഭിക്കുന്ന തിരിച്ചറിവാണ്, ദൈവദൂതാണ്, കർത്താവ് ഇടപെടുക തന്നെ ചെയ്യുമെന്ന്. അക്ഷമ നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയും. കാത്തിരിക്കാനുള്ള ക്ഷമ വിശ്വാസം തന്നെയാണ് എന്നോർക്കണേ. പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഡിലേ ഈസ് നോട്ട് ഡിനയൽ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടൽ വൈകുന്നെങ്കിൽ, നീ ഓർക്കണേ, അതിൻ്റെ അർത്ഥം ഉത്തരമില്ല എന്നല്ല. കർത്താവിൻ്റെ സമയമുണ്ട്. ഡിവൈൻ ടൈം. ഹ്യൂമൻ ഷെഡ്യൂൾസ് വെച്ച് ദൈവത്തെ അളക്കരുതേ. കർത്താവ് ഇടപെടുന്ന ഒരു സമയം വരും. ആ സമയത്തിലേക്കുള്ളൊരു കാത്തിരിപ്പില്ലേ, ആ കാത്തിരിപ്പ് തന്നെ വിശ്വാസത്തിൻ്റെ ഒരു ഡൈമെൻഷനാണെന്ന് ഓർക്കണം. വെയിറ്റിംഗ് can itself be a form of faith. Waiting can itself be a form of faith. കാത്തിരിപ്പ് തന്നെ വിശ്വാസത്തിൻ്റെ
മറ്റൊരു ഭാഷയാണ്. നിരാശപ്പെട്ടു പോകരുത്. കർത്താവ് ഇടപെടുമെന്ന് തീർച്ചയായും വിശ്വസിക്കണേ. സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞു തരുന്നൊരു വാക്യമുണ്ട്, ഗോഡ് ഈസ് നെവർ ലേറ്റ്, ഹീ ഈസ് ഓൺലി ഇറ്റേണൽ. ഗോഡ് ഈസ് നെവർ ലേറ്റ്, ഹീ ഈസ് ഓൺലി ഇറ്റേണൽ. നിത്യനായൊരു ദൈവത്തിന് എങ്ങനെയാണ് വൈകാൻ പറ്റുന്നത്? കർത്താവ് ഒരിക്കലും വൈകില്ല. കാരണം അവൻ നിത്യനാണ്. ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായ ദൈവമാണ് അവനെന്ന് തിരിച്ചറിയണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിന്റെ കാരുണ്യത്തെ ഓമനയായൊരു കുഞ്ഞോമൽ പൈതലിനെ മാറോട് ചേർത്ത് പിടിക്കുന്ന നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു ഈശോയെ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം പരിഭ്രമിക്കുമ്പോൾ, നിന്റെ ഇടപെടൽ കാണാനാകാതെ, തിരുമുഖം ദർശിക്കാനാകാതെ ഞങ്ങളുടെ ചങ്ക് പിടഞ്ഞു പോകുന്ന നേരങ്ങളിൽ നിരാശപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, തകർന്നു പോകാതെ ഞങ്ങളെ നീ കാക്കണമേ. ഈശോ, കാത്തിരിപ്പിൻ്റെ നേരം കയ്പിൻ്റെ നേരമായി ഞങ്ങളിൽ മാറിപ്പോകാതിരിക്കട്ടെ. കാത്തിരിപ്പിൻ്റെ നേരം വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള നേരങ്ങളായി ഞങ്ങൾ തിരിച്ചറിയട്ടെ. പ്രത്യാശയോടെ നിന്റെ ഇടപെടൽ ഞങ്ങൾ കാത്തിരിക്കുകയും അത് ഞങ്ങൾ കൺമുമ്പിൽ കാണുകയും ചെയ്യട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.